ഹലോ വെൽക്കം ടു ജൂഹി ടൈം. കുട്ടികൾക്ക് നിങ്ങൾ ഫോൺ കൊടുക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ എന്തായാലും പാരൻ്റൽ കൺട്രോൾ സെറ്റപ്പ് ചെയ്യണം. നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണ് ഈ പാരൻ്റൽ കൺട്രോൾ സെറ്റപ്പ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എന്തിനാണ് ഇത് സെറ്റപ്പ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതുകൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ കുട്ടിയുടെ സ്ക്രീൻ ടൈം നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അനാവശ്യമായിട്ടുള്ള കണ്ടന്റ് എല്ലാം ബ്ലോക്ക് ആവും. പിന്നെ ഇതിൽ ഓരോ ആപ്പും കുട്ടികൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ പെർമിഷൻ ചോദിച്ചിട്ട് നമ്മൾ ഓക്കെ കൊടുത്താലേ അത് ഇൻസ്റ്റാൾ ആവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കുട്ടിയുടെ ഫോൺ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൂരെയാണെങ്കിലും അത് നമുക്ക് റിമോട്ടായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കുട്ടിയുടെ ഫോണിൻ്റെ ആക്ടിവിറ്റി റിപ്പോർട്ട്സ് അത് എനേബിൾ ചെയ്താൽ അതിൻ്റെ റിപ്പോർട്ട്സ് ഒക്കെ നമുക്ക് കിട്ടും. ഇത് ഗൂഗിളിൽ കുട്ടിയുടെ അക്കൗണ്ട് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ഏജിനനുസരിച്ചുള്ള ഏജ് റെസ്ട്രിക്ഷൻസ് ഉള്ള വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുട്ടിയുടെ ഏജിനനുസരിച്ചുള്ളതേ ഈ ഫോണിൽ വരുള്ളൂ. അപ്പോൾ ഇത് സെറ്റപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് IAP റെക്കമെൻഡേഷൻസിൽ കുട്ടികളുടെ സ്ക്രീൻ ടൈമിൻ്റെ ഒരു റേഞ്ച് പറയുന്നുണ്ട്. അതായത് 2 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ 0 സ്ക്രീൻ ടൈമാണ്. അതിനുശേഷം 2 to 5 വയസ്സ് ഇടയിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ മാക്സിമം 1 hour പെർ ഡേ ആണ്. പിന്നെ 5 to 10 ഇയേഴ്സ് ആണെങ്കിൽ അത് ലെസ് ദാൻ 2 hours ആണ്. കുട്ടികളിൽ അൺകൺട്രോൾഡ് ആയിട്ട് ഈ സ്ക്രീൻ ടൈം ഉണ്ടാവുന്നത് വഴി അത് ആ ഫാമിലിയെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുവഴി ഒരു എൻറ്റയർ സൊസൈറ്റിക്ക് തന്നെയാണ് അപകടങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് ഇത് നിങ്ങളെല്ലാ പാരൻസിനും ഷെയർ ചെയ്യണം. ഇത് ഓൾറെഡി ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഇത് ചെയ്യണം. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് അല്ല നിങ്ങളെ കുട്ടിക്ക് കൊടുക്കേണ്ടത്. കുട്ടിക്ക് കൊടുക്കുന്ന വേറൊരു ഡിവൈസ് തന്നെയാണ് എപ്പോഴും നല്ലത്. പക്ഷേ ആ കുട്ടിയുടെ ഡിവൈസ് നമ്മളെ കയ്യിൽ തന്നെയാണ് കീപ്പ് ചെയ്യേണ്ടത്. നമ്മൾ അത് അവർക്ക് എപ്പോഴാണോ ഡെയിലി ഏത് സമയത്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് നമ്മൾ തന്നെ ഇത് അൺലോക്ക് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ പിന്നും പാസ്വേഡൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടിക്ക് കൊടുക്കുന്ന ഡിവൈസ് എടുത്തിട്ട് അതിലെ ഡാറ്റ എല്ലാം ആവശ്യമുള്ള ഡാറ്റ എല്ലാം വേറൊരു സിസ്റ്റത്തിലേക്ക് ബാക്കപ്പ് ചെയ്യുക. ബാക്കപ്പ് ചെയ്തതിന് ശേഷം നമ്മളിത് ഫാക്ടറി റീസെറ്റ് കൊടുക്കുക. ഫാക്ടറി റീസെറ്റ് സെറ്റിങ്സിൽ പോയിട്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. സെർച്ച് ചെയ്യുന്നിടത്ത് ഫാക്ടറി റീസെറ്റ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ദെൻ അതിൽ ഇറേസ് ഓൾ ഡാറ്റ അതും കൂടി കൊടുക്കുക. ഇനി നമ്മൾ പാരൻ്റ് യൂസ് ചെയ്യുന്ന ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ഫാമിലി ലിങ്ക് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അവിടെ നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴിയാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലൊക്കെ ആയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും, ആഡ് ചൈൽഡ് എന്നുള്ള ഓപ്ഷൻ. അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യുന്ന ഒരു സമയത്ത് തന്നെ അവിടെ വരും. അതിൽ നമ്മൾ ആഡ് ചൈൽഡ് എന്നുള്ളിടത്ത് നമ്മളുടെ കുട്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. അവിടെ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ഒറിജിനൽ പേരും ഡീറ്റെയിൽസും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെയാണ് കൊടുക്കേണ്ടത്, നിങ്ങളുടെ കൊടുക്കരുത്. കാരണം ആ ഏജ് അനുസരിച്ചുള്ള വീഡിയോസാണ് ഈ ഏജ് റെസ്ട്രിക്ഷൻസ് ഒക്കെ അവർ കൺസിഡർ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസാണ് അതിൽ വരിക. യൂട്യൂബ് കിഡ്സിലൊക്കെ വരുന്ന വീഡിയോസ്. അപ്പോൾ അതിൽ പറയുന്ന സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ പേരിൽ ഒരു ജിമെയിലും പാസ്വേഡും ഒക്കെ ക്രിയേറ്റ് ആയി കിട്ടും. അപ്പോൾ ഇത് സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ പാരൻറ്റിൻ്റെ ഫോണിൽ ജിമെയിലിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരും. നിങ്ങളുടെ ഒരു ബേബിയുടെ പേരിൽ അത് സെറ്റായിട്ടുണ്ടാവും. പിന്നെ 2 കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ആഡ് ചൈൽഡ് ഓപ്ഷൻ വേറെ ഒരെണ്ണം കൂടി കൊടുക്കുക. എന്നിട്ട് സെയിം പ്രൊസീജിയർ ആ കുട്ടിയുടെ പേരിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ ആ കുട്ടിയുടെ പേരിലും ഒരു ജിമെയിൽ ക്രിയേറ്റ് ആവും. അപ്പോൾ 2 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ എല്ലാം ഇതിൽ ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾ ഫോൺ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ ഡിവൈസ് എടുക്കുക. ഇപ്പോൾ 2 കുട്ടികളും 3 കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ വാച്ചിങ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ 2 പേരും കൂടി അവർ ഒന്നിച്ചാണ് കാണുക. അവർക്ക് ഞാൻ കൊടുക്കുന്ന ടൈം 1 hour ആണ്. ഹാഫ് ആൻ അവർ ഒരാളും ഹാഫ് ആൻ അവർ ഒരാളുമാണ്. അപ്പോൾ പക്ഷെ അവർ ഒന്നിച്ചാണ് കാണുക. അന്നേരം നമുക്ക് വീണ്ടും സൈൻ ഇൻ ചെയ്യാൻ അത് വീണ്ടും മാറ്റി സൈൻ ഇൻ ചെയ്യാനൊന്നും നിൽക്കാറില്ല. അതുപോലെ വാച്ചിങ് ചെയ്യുന്നവരാണെങ്കിൽ, അപ്പോൾ ചെറിയ 1-2 വയസ്സൊക്കെ വ്യത്യാസമുള്ളൂ, അവരൊന്നിച്ച് കാണും, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇളയ കുട്ടിയുടെ ഏജാണ് കൊടുക്കേണ്ടത്. കാരണം ഈ മൂത്ത കുട്ടിയുടെ ഏജിനനുസരിച്ചുള്ള ചിലപ്പോൾ ഈ കുട്ടിക്ക് അത് ആപ്റ്റ് ആവണമെന്നില്ല. ആ ഒരു അർത്ഥത്തിലാണ് ഗൂഗിൾ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇളയ കുട്ടിയുടെ നമ്മൾ സൈൻ ഇൻ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വേറെ ടൈം ആണ് ഓരോരുത്തർ സെപ്പറേറ്റ് കാണുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് സൈൻ ഇൻ മാറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ കുട്ടിയുടെ ഈ റീസെറ്റ് ചെയ്ത ഫോണ് നമ്മൾ ഓൺ ആക്കുമ്പോൾ നമ്മൾ വൈഫൈ ആദ്യം ഓൺ ആക്കുക. എന്നിട്ട് അതിൽ സൈൻ ഇൻ ചെയ്യാനുണ്ടാവും. ഗൂഗിൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമുക്ക് കുട്ടിയുടെ അക്കൗണ്ട് ഏതാണ് അത് വെച്ചിട്ട് ചെയ്യുക. പാരൻറ്റിൻ്റെ വെച്ചിട്ടല്ല, കുട്ടിയുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ഗൂഗിൾ സൈൻ ഇൻ ചെയ്യുക. അത് സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ പാരൻറ്റിൻ്റെ ഫോണിൽ ജിമെയിൽ നോട്ടിഫിക്കേഷൻ വരും, കുട്ടി ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിൽ വരുന്ന പ്രോംപ്റ്റൊക്കെ ഫോളോ ചെയ്താൽ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. എന്നിട്ട് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ കുട്ടീനെ എന്തൊക്കെയാണോ, അത് ഡിപ്പെൻസ് ഓൺ ദ പാരൻസ്, നമ്മൾ കുട്ടീനെ ഏതൊക്കെ ആപ്പാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ബെറ്റർ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള അഡൾട്ട്സിന് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്സൊക്കെ ഒഴിവാക്കുക. യൂട്യൂബ് കിഡ്സ്, ഞാനൊക്കെ യൂട്യൂബ് കിഡ്സാണ് ആകെ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നത്. സ്നാപ്ചാറ്റ്, വാട്സപ്പ് എല്ലാം ഒഴിവാക്കുക.
പിന്നെ ഒരു ഓപ്ഷനും കൂടെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും. അതായത് ആപ്സ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെറ്റിങ്സിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. ആപ്പ് ലോക്ക് എന്ന് അടിച്ചു കൊടുത്താൽ കാണും. അത് പല ഫോണിലും പല രീതിയിലായിരിക്കും. അപ്പം ആപ്പ് ലോക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ആപ്പ് ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആപ്പൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അൺലോക്ക് ആക്കണമെങ്കിലുള്ള ഒരു പിൻ സെറ്റ് ചെയ്യാനുണ്ടാവും. ഡിവൈസിൻ്റെ പിന്ന് സെറ്റ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ ഗെയിംസൊക്കെ ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി അല്ലാതെയാണല്ലോ നമ്മൾ ഇതിൽ കുട്ടികൾ അവരിങ്ങനെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഫോൺ ദൂരെ നിന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഡൗൺലോഡ് ആയിട്ടുണ്ട്, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് എന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇവർ ഏതൊക്കെ ഗെയിംസാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ പ്ലേ സ്റ്റോറിനും കൂടി ഈ ആപ്പ് ലോക്ക് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കുട്ടികൾ അവർ ആവശ്യപ്പെടും ഇന്ന ആപ്പ് വേണം എന്ന് പറയുമ്പോൾ നമുക്കത് സേഫ് ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അവർക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇത് എല്ലാം മാനേജ് ചെയ്യുന്ന നമ്മുടെ പാരൻ്റൽ ഫോണിൽ ഈ ഫാമിലി ലിങ്ക് എന്ന ആപ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കുട്ടിയുടെ ബെഡ് ടൈം വരെ, ബെഡ് ടൈം നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് ഈ ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ നമുക്ക് ടൈമിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ലൊക്കേഷൻ ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കിയിടാം. അപ്പോൾ നമുക്ക് കുട്ടി എവിടെയെങ്കിലും പോയി ഇരിക്കുകയാണെങ്കിലൊക്കെ നമുക്കത് ഇവരെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ നമ്മൾ സ്ക്രീൻ ടൈം മാക്സിമം എത്രയാണ് കൊടുക്കുന്നത് എന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ റിപ്പോർട്ടും കാണും അവർ ഡെയിലി എത്രയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഇത് ചെയ്ത് നോക്കുമ്പോൾ പല ഡിവൈസിലും പല രീതിയിലായിരിക്കും മേ ബി അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാനത് സോൾവ് ആക്കാനുള്ള റിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.